ഹലോ. ഹലോ, ലിയാഖത്തലി അല്ലേ? അതെ, ആ, എന്ത് സുഖമാണോ? സുഖം. ആ, ഓക്കെ. ആരായിരുന്നു? ഞാൻ താങ്കളുടെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ആ, വിദേശത്തു നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം വീട്ടിൽ ഞാൻ ഒരു മുസ്ലിം വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയാണ്. ഉം, താങ്കളുടെ വീഡിയോ ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് പിന്നെ യു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കളോട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ, പറയൂ. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഈ മതവിമർശനം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം, ഇപ്പം നിങ്ങൾ മാത്രമാണ് മതത്തെ വിമർശിക്കുന്നത്, ഇസ്ലാം മതത്തെ. ഉം, പക്ഷേ ഇതേ പാറ്റേൺ വെച്ചിട്ട് ക്രിസ്ത്യൻസ് അധികം ഇതുപോലുള്ള വിമർശനം ക്രിസ്ത്യൻ മതത്തിന് നടത്തുന്നില്ല, ശരിക്കും പറഞ്ഞാൽ. ഉം. ക്രിസ്തു അപ്പൊ മത അതൊരു വിമർശകരും പിന്നെ ഉണ്ട്. ഈ മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമല്ല, ഇസ്ലാം മത വിമർശകരും ക്രിസ്തു അല്ല മത അതെ, വിമർശകരൊക്കെ ഞാൻ ഉണ്ട്. ചോദിക്കുന്നത് ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ തങ്ങളെ ആക്രമിക്കപ്പെടുന്ന ഒരു ചിന്ത ഈ മുസ്ലിങ്ങൾക്ക് വരത്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ഇത്രയും അധികം വിമർശിക്കുമ്പോൾ? മുസ്ലിങ്ങൾ എന്നെ സംബന്ധിച്ച് മുർത്തദ്ദാണ് ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില്ലേ. അതെ, അപ്പോ മുർത്തദിനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന മദ്രസ ഉണ്ട്, നമ്മളെ എല്ലാ മദ്രസകളിലും പഠിപ്പിക്കുന്നുണ്ട്. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഓക്കെ. മതപരമായിട്ട് കൊല്ലപ്പെടേണ്ടവരാണ്. അപ്പൊ അത് പഠിപ്പിക്കുന്ന അത് നാട്ടില് പഠിപ്പിക്കുന്നുണ്ട്, ആ അതെ. മുർത്തദ് വിഭാഗത്തിൽപ്പെടുന്ന ഞാൻ അതിനെ വിമർശിക്കണ്ടേ? ആ ഓക്കെ. ചിന്ത അല്ല, അവർക്കല്ലേ ഞാൻ വേണ്ടേ, ചോദിക്കുന്നത് നമുക്കല്ലല്ലോ. നിങ്ങളിങ്ങനെ വിമർശിക്കുമ്പോഴേ ഇപ്പൊ ഏഹ്, ഞാൻ ഒന്ന് പറഞ്ഞു ചോദിക്കുന്നത് കഴിഞ്ഞാൽ ഈ ഇപ്പൊ നിങ്ങൾ ഈ ഇസ്ലാം പറഞ്ഞ ആ മതം സിറ്റുവേഷനില് ആ, മദ്രസ പഠിപ്പിക്കേണ്ട ആ, സാധനമാണോ ഒരാൾ മതം ഉപേക്ഷിച്ച് അയാളെ കൊല്ലണം എന്നുള്ളത്? അതിപ്പോ പിന്നെ ഇപ്പോ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ, കാര്യം അത് നമ്മുടെ പഠിപ്പിച്ചില്ലെങ്കിൽ മുമ്പിൽ വേറെ വഴിയില്ലാതെ ഒരു നമ്മളിപ്പോ വിശ്വസിക്കുന്ന ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ലിയാഖത്ത് പറഞ്ഞിരിക്കുന്നത്. മിക്ക കാര്യങ്ങളും ഇപ്പോഴും ഖുർആൻ നിലവിലുള്ളതാണ്. ഉം. പിന്നെ ജീവിതകാലം മുഴുവൻ അത് പ്രാക്ടീസ് അതെല്ലാ ചെയ്യേണ്ട ഒരു മതങ്ങളിലും ഉണ്ട്. ഗ്രന്ഥമാണ്. അപ്പൊ അതിപ്പോ അതിൽ പറയുന്ന പഴയ നിയമത്തിലും അതന്നെ എഴുതി വെച്ചിട്ടില്ലേ? അല്ല, പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ, ഇപ്പൊ പുതിയ നിയമം യേശുക്രിസ്തു വന്നതോടുകൂടി പഴയ നിയമം റദ്ദ് ചെയ്യപ്പെട്ടല്ലോ. ഇല്ല, ഇപ്പൊ പഴയ നിയമം പുതിയ റദ്ദ് നിയമമല്ലേ ചെയ്തിട്ടൊന്നുമില്ല ബാധകം? യേശു ക്രിസ്തു. അല്ലല്ല, യേശുക്രിസ്തു ഇല്ല, വന്നിരിക്കുന്നത് റദ്ദ് നിയമം ചെയ്തിട്ടില്ല. നിങ്ങള് പൂർത്തീകരിക്കാനാണെന്നാണ് എന്തേ ക്രിസ്ത്യൻസ്. പഴയ നിയമത്തെ അല്ല, സത്യപ്പെടുത്താനാണല്ലോ റദ്ദ് വന്നത് ചെയ്യുന്നതല്ല ഞാൻ എന്നാണ് യേശു പറഞ്ഞത്, ആ ക്രിസ്തു പുസ്തകം പറഞ്ഞിട്ടുള്ളത്. ഇല്ലെന്നല്ല. അങ്ങനെയല്ല, അല്ല, പുതിയ നിയമം ഇപ്പൊ പഴയ നിയമത്തെ, അതായത് നിലവിലുള്ള ദൈവിക നിയമത്തെ, തോറയെ സത്യപ്പെടുത്താനാണ് വന്നതെന്നാണ്. അതിൽ ഒരു വാക്ക് പോലും ഓക്കെ, തിരുത്താനല്ല അത് വന്നതെന്ന് ഓക്കെ. പറഞ്ഞിട്ടുണ്ട്. അല്ല, തിരുത്താനല്ല വന്നത്, ശരി, സമ്മതിച്ചു. പക്ഷേ ഇപ്പോ ആ ക്രിസ്ത്യാനികൾ ആ തിരുത്താനല്ല തോറയെ വന്നതെന്ന് പിന്തുടരുന്നില്ലല്ലോ, മാത്രമല്ല, അതിനെ ക്രിസ്തുവിനല്ലേ പിന്തുടരുന്നത്. സത്യപ്പെടുത്താനാണ് വന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ക്രിസ്ത്യാനികൾ ഇപ്പൊ ശരിക്കും ക്രിസ്തുവിനല്ലേ പിന്തുടരുന്നത്. ആ, അപ്പോ ക്രിസ്തുവിനെ ആ ഒരു പിന്തുടർന്നാലും സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ ക്രിസ്ത്യാനികൾ എല്ലാവരും അല്ല, ക്രിസ്തുവിനെ സിറ്റുവേഷൻ വെച്ച് പിന്തുടർന്ന നോക്കുമ്പോ ക്രിസ്തുമതം എങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. അല്ല, ഉണ്ടാവല്ലോ, അതൊരു പൊളിറ്റിക്കൽ വ്യൂ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ആ പിന്തുടരുന്ന ഒരു ചേഞ്ച് പൊളിറ്റിക്കൽ വ്യൂ ആണ്. തന്നെയാണ് എല്ലായിടത്തും വരേണ്ടത്. ആ ചേഞ്ച് ഇസ്ലാമിലും വരുമോ? എന്താ പിന്നെ ഗ്രന്ഥത്തിൽ അല്ല, അങ്ങനെ ഉണ്ട് അത് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അത് ചോദിക്കുന്നത് ഇപ്പൊ മാറാതിരിക്കൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ പിന്തുടരുന്നു. ക്രിസ്തു പഠിപ്പിച്ചത് ഒരിക്കലും അതിന് നേരെ തിരിച്ചായിരിക്കും ചിലപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താ നിങ്ങൾ പറയണേ? ചിലപ്പോ ക്രിസ്തു ഖുർആന്റെ പറയുന്നത് പഴയ നിയമത്തെ തള്ളിക്കളയാൻ വന്നതല്ല, അതിനെ സത്യപ്പെടുത്താൻ വന്നതാണെന്നാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോ പഴയ അതൊക്കെ നിയമത്തെ സമ്മതിച്ചു. നിയമപരമായ മതപരമായ പഴയ നിയമത്തിലെ സംഭവങ്ങൾ ഓരോന്നും വാലിഡ് ആണ്. അപ്പൊ വാലിഡ് അവിടെയും ആണ്, ഈ പക്ഷെ അത് മുർത്തദിനെ കൊല്ലുക നവീകരിക്കുകയല്ല എന്നുള്ള അദ്ദേഹം ചെയ്തത്. കൺസെപ്റ്റ്, അവിടെയും പഴയ നിയമത്തിൽ മുർത്തദിനെ കൊല്ലുക എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇതിനേക്കാളും ക്രൂരമായ ഉണ്ട്, രീതിയിലുണ്ട്. ശരി, ഓക്കെ. പക്ഷെ അതിവിടെ പഠിപ്പിക്കുന്നില്ലല്ലോ, കുട്ടികളെ പഠിപ്പിക്കുന്നില്ലല്ലോ. അല്ല അല്ല കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ആഹാ. കാര്യം എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ക്രിസ്തുവിനെ പിന്തുടരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു റിലീജിയൻ ദൈവത്തെ, കൺസെപ്റ്റ് യഹോവയുടെ അല്ലേ. നിയമത്തെ മാറ്റി തിരുത്താൻ മനുഷ്യന്മാർക്ക് അവകാശമുണ്ടോ? അതുകൊണ്ടാണ് ഈ ഇല്ല, അത് ക്രിസ്ത്യാനികള് ശരി, ഞാൻ സമ്മതിച്ചു. ദൈവ നിയമത്തിൽ കൈകടത്തി എന്ന് വിശ്വാസികൾ പറയുന്നത് കൊണ്ടാണ്. ഇസ്ലാം മത വിശ്വാസികൾ ആ, പറയുമല്ലോ. ഓക്കെ. അല്ല, ഞാൻ പിന്നെ ലേഖനത്തോട് ചോദിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ വ്യൂ ആണ്. അതായത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ ഒരു മതം ഉണ്ടാക്കി, മതം ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇസ്ലാമിനെ പിന്തുടരുന്നവര് മുസ്ലിങ്ങൾ ആ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ വ്യൂവിൽ പഴയ ആ ഗ്രന്ഥത്തെ അതേപടി പിന്തുടരുന്നു. പക്ഷേ പല രാജ്യങ്ങളിലും ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഇപ്പൊ അവർ പിന്തുടരുന്നില്ലല്ലോ. ഇല്ല,
ഇല്ല. അപ്പൊ അതൊരു ചേഞ്ച് അല്ലേ? ആ ചേഞ്ച് ഉണ്ടാവണം തന്നെയാണ് നമ്മൾ പറയുന്നത്. ചേഞ്ച് അല്ല ഉണ്ടാവും. അപ്പൊ അല്ല അപ്പൊ പിന്തുടരാത്ത അത് കാര്യങ്ങൾ വെറുതെയാണ് ആ ഉണ്ടാവില്ല. ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയൊന്നും അല്ല. അത് പിന്തുടരുക എന്നുള്ളതൊന്നും അല്ല. മതനിയമങ്ങൾ എന്നല്ല, മനുഷ്യർ സാമൂഹികമായിട്ട് ജീവിക്കുമ്പോൾ അവന്റെ സാമൂഹികവും രാഷ്ട്രീയവും വ്യക്തിപരവും കുടുംബപരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളിലും ആധുനികമായിട്ടുള്ള അറിവുകളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൽ ഗ്രന്ഥത്തിൽ ഉണ്ടാവും. എന്തുണ്ട് ഇല്ല നോക്കിയിട്ടൊന്നുമല്ല. ചിലത് ഗ്രന്ഥത്തിനോട് ആ താരതമ്യപ്പെടുത്താവുന്നതാണെങ്കിൽ അത് അതിനോട് ചേർത്ത് വെക്കും, അല്ലെങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കും. പക്ഷെ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാവും. ശരി. ഉണ്ടാവും, അതുണ്ടാവണം. അതേ സമയത്ത് ഈ മതത്തിൽ ആ ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ തന്നെ പല ഗ്രേഡിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ മതം ലോകത്ത് ഉം. സ്ഥാപിക്കലാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെ വിമർശിക്കല് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ ബാധ്യതയായി വരും. അതിലിപ്പോ ആ വിമർശിക്കുന്നതിൽ ഇപ്പൊ എന്താ ഓക്കെ. കുഴപ്പം? പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ല, ഇസ്ലാമിന്റെ വിമർശിക്കുന്നതിൽ കുഴപ്പമില്ല. സംസ്ഥാപനമാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് വിചാരിക്കുകയും എല്ലാ മനുഷ്യരെയും ഇസ്ലാമിന്റെ ഫോൾഡിലേക്ക് പ്രബോധനം ചെയ്ത് ഇതാണ് ശരി എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് അവരേക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന കാലത്തോളം അതിന് വിമർശനം ഉണ്ടാവും. അതില് വിമർശനം ഉണ്ടാവും. എന്താ പക്ഷെ ഇപ്പൊ എന്റെ കാര്യം? ഒരു രണ്ട് മൂന്ന് മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോട് ഞാൻ ചോദിച്ചപ്പോ ഒരു വളരെ ചെറിയ ശതമാനം ഇത് തീവ്രമായിട്ട് ഈ അത് വളരെ മതചിന്ത ചെറിയ ശതമാനമുള്ളൂ. വളരെ പുലർത്തുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാളും ചെറിയ ശതമാനമാണ് വിമർശകരുള്ളത്. ഇപ്പൊ അല്ല, ഇപ്പൊ അവർക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ മലയാളത്തില് ആ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന ആൾക്കാരെയും വിമർശിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കിയാൽ എത്ര ആൾക്കാരുള്ളത്? ഒരു 100-ന് 1 ഉള്ള ഇതിൽ പോലും ഇല്ലല്ലോ വിമർശകര്. ആ പിന്നെ അതിലെന്തിനാണ് ഇങ്ങനെ അല്ല, അതില് ഞാനിത് സ്വാഭാവികത ഒന്നുമില്ലല്ലോ. ഞാനിത് ചോദിക്കാൻ ഞാൻ ഈ ഏട്ടത്തിനോട് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ വിമർശനങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ഈ മുസ്ലിങ്ങള് ഇങ്ങനെ നേരിടുന്ന, വീഡിയോകൾ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന ഇന്ത്യൻ മുസ്ലിംസ് നേരിടുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട്. ആ അരക്ഷിതാവസ്ഥയുടെ ഓക്കെ. കാരണം ഒന്നാമത് ആ അരക്ഷിതാവസ്ഥയുടെ കാരണവും മതമല്ല, ആ അരക്ഷിതാവസ്ഥയ്ക്കുള്ള പരിഹാരം മതവിമർശനം നിർത്തലും അല്ല. അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ആണ്. പരിഹാരവും പൊളിറ്റിക്കലായിട്ട് തന്നെ തേടേണ്ടതാണ്. അതിന് മുസ്ലിം സമൂഹം ഇതുവരെ തീരുമാനിച്ചെടുത്തിട്ടില്ല, തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അല്ല, തയ്യാറെടുപ്പ് നടത്താൻ പറ്റില്ലല്ലോ അവർക്ക്. അങ്ങനെയാ മുസ്ലിം സമൂഹത്തിൽ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അപ്പോ ഈ BJPക്ക് പിന്നെ പ്രതിസന്ധി ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തും പോയി മത്സരിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട്, അസദുദ്ദീൻ ഉവൈസി. കേട്ടിട്ടുണ്ടോ? അയാൾ വെസ്റ്റ് ബംഗാളിൽ പോയി മത്സരിക്കും, അയാൾ ഗുജറാത്തിൽ പോയി മത്സരിക്കും, അയാൾ മധ്യപ്രദേശിൽ പോയി, ഇപ്പൊ ലാസ്റ്റ് ഇവിടെയും പോയി മത്സരിച്ചിരുന്നു. നമ്മുടെ എന്തായിരുന്നു, ബീഹാർ. അപ്പോ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കലായിട്ട് മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് ബോധ്യമുള്ള മുസ്ലിങ്ങള് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവണ്ടേ? പാവമാവല്ലോ. അതും സംഭവിക്കുന്നില്ലല്ലോ. സംഭവിക്കുന്നില്ലല്ലോ. ഇന്ത്യയില് ഇപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ വിരലിൽ എണ്ണാവുന്ന മലയാളത്തിലുള്ള മതവിമർശകരാണോ ഇന്ത്യയില് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭൂരിപക്ഷം കൂട്ടുന്നത്? അല്ലല്ലോ. അതേ സമയത്ത് പൊളിറ്റിക്കലായിട്ട് BJPയെ പ്രതിരോധത്തിലാക്കാനോ BJP മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന് മറുപടി കൊടുക്കാനോ ശ്രമിക്കത്തക്ക തരത്തിൽ മുസ്ലിങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ ശക്തിയുടെ ഭാഗമായിട്ട് ഒറ്റക്കെട്ടായിട്ട് അവർ ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല. അതിപ്പോ എല്ലാ മതത്തിലും ഇല്ല അങ്ങനെ. അപ്പൊ പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നത്തിന് അപ്പൊ നോക്കൂ, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിമർശനവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന പ്രശ്നം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം തേടേണ്ടത് പൊളിറ്റിക്കൽ ആയിട്ടാണ്. ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിമർശനം, തിയോളജിക്കൽ ഡിസ്കഷൻ, പൊളിറ്റിക്കൽ പിന്നെ സിറ്റുവേഷനും രണ്ടാണ്. നമ്മൾ നടത്തുന്നത് തിയോളജിക്കൽ ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്, മതപരമായ വിശ്വാസപരമായ അല്ല, ഈ ക്രിറ്റിസിസം ഇങ്ങനെ ഉയർന്നു വരുമ്പോഴേ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ കുറെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ശരിക്കും അവര് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ കാണുന്ന ഒരു കൺസെപ്റ്റ് അവർക്കില്ല.
അവരവരുടെ പ്രാർത്ഥനയും ഈ പല സുഹൃത്തുക്കളുമായിട്ട് മിങ്കിൾ ചെയ്തും അവരുടെ ജീവിതം നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ അങ്ങനത്തെ ആൾക്കാർ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാനിങ്ങനെ അങ്ങനത്തെ ആളുകൾ ഈ മത വിമർശനത്തിന്റെ പരിധിയിലുള്ള ആൾക്കാരല്ലെന്നേ. രാവിലെ എഴുന്നേറ്റ് അവർ ചെറിയ പക്ഷെ പ്രായത്തിൽ പഠിച്ച പ്രാർത്ഥന. അവർക്ക് ഞങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്യുമ്പോഴേക്കും ഏതോ ഒരു കുറ്റവാളികളെ പോലെയാണ് ഞങ്ങൾ കാണുന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതിനിപ്പോ നമ്മൾ ഉത്തരവാദികൾ. അത് അങ്ങനെ കുറ്റവാളികളെ പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ കാണുന്നു എന്ന് അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവരുമാണ് ഉത്തരവാദികൾ, നമ്മളല്ല. നമ്മൾ മതവിമർശനം നടത്തുന്നത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മതവിമർശനം നടത്തുന്നത് മതത്തെ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ ഡിസ്ക്രിപ്ഷനിൽ നിന്നുകൊണ്ട് അവർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നടത്തുന്നത്. ക്രിറ്റിസിസമാണ് അത്, സോഷ്യൽ ക്രിറ്റിസിസം ആണ് അത്. പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഏതെങ്കിലും തരത്തിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ വിചാരിച്ച ചരിത്രമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഇപ്പോഴും മതവിമർശകരായി നിൽക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് പോലും നിലവിലില്ല. അത്തരം ആളുകൾ നടത്തുന്ന അവരുടെ ഒരു അവരുമായി ബന്ധപ്പെടുന്ന ഒരു മതപരമായിട്ടുള്ള കാര്യത്തിലുള്ള വിമർശനം കൂടി ഉൾപ്പെടുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഏതെങ്കിലും തരത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ ചേർന്ന് നടത്തുന്ന അവരുടെ ഒരു പ്രതിരോധമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതെങ്ങനെയാണ് ഇപ്പൊ ഇസ്ലാം മത വിമർശകരൊക്കെ ഇസ്ലാം മത വിമർശനം നിർത്തിയെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാവോ? ഇല്ല, പരിഹാരമാവില്ല. ഇല്ല. നമ്മൾ ഈ മതവിമർശനം തുടങ്ങിയതിന് ശേഷമാണോ മുസ്ലിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നേരിടാൻ തുടങ്ങിയത്? അല്ല, അതുമല്ല. പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ കോറിലേറ്റ് ചെയ്യുന്നത്? കോറിലേറ്റ് ചെയ്യാൻ കാര്യം ഈ മതവിമർശനം പലപ്പോഴും ലിയാഖത്ത് നടത്തുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള വീഡിയോകളിൽ മുർത്തദിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുവാൻ ഉള്ള ഒരു നിർദ്ദേശം മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെന്ന് എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ഉണ്ട്, മതഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല മദ്രസയിൽ കുട്ടികളെ മതഗ്രന്ഥത്തിൽ ഉണ്ടെന്നല്ല, മദ്രസയിൽ ഇങ്ങനെ നിയമം ഉണ്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷെ ഈ അരക്ഷിതാവസ്ഥയിൽ നമ്മൾ അവർക്കെതിരെ എന്തോ പണി ചെയ്യുകയാണെന്ന് ആക്ഷേപിക്കുകയും നിലവിളിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അവരെ ആദ്യം ചെയ്യേണ്ടത് ആ പാഠഭാഗമെങ്കിലും നീക്കണ്ടേ? അല്ല, അതൊരു പൊളിറ്റിക്കൽ തീരുമാനമല്ലേ? ഇപ്പൊ എനിക്കറിയത്തില്ല പൊളിറ്റിക്കൽ തീരുമാനം എന്തിനാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ തീരുമാനം എന്തിനാണ് നമ്മളെ മദ്രസയിൽ കുട്ടികൾ പഠിപ്പിക്കുന്നത്? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യം മദ്രസയിൽ അല്ലല്ല, ഞാൻ സമ്മതിച്ചു, അതോ 100% സമ്മതമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് തീരുമാനം എടുക്കേണ്ടത് ഒരു പർട്ടിക്കുലർ വിഭാഗം ഒരുമിച്ചല്ലല്ലോ, ഒറ്റക്കല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ മതവിമർശകരെ മുർത്തദിനെ കൊല്ലണം എന്ന് മതനിയമം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അത് കുട്ടികളെ മദ്രസകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ നമ്മുടെ വിമർശനം ഈ പറയപ്പെടുന്ന കൊല്ലപ്പെടേണ്ടവർ എന്ന അവരുടെ മതം കാണുന്ന ആളുകൾ ആ മതത്തിനെതിരെ വിമർശിക്കുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നിലവിളിക്കുമ്പോൾ നമ്മൾ അത് പരിഗണിക്കുന്നൊക്കെ പറയണത് വല്ലാത്ത തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ പരിഗണിക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ പരിഗണിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ സാധാരണ ഇതിലൊന്നും പെടാത്ത മുസ്ലിങ്ങൾ വളരെയേറെ വേദന അനുഭവിക്കുന്നു. ഇല്ല, നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് അല്ല സംസാരിക്കുന്നത്, നമ്മൾ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ്മാർ ക്ലാസ് എടുക്കുന്നു എന്നല്ലല്ലോ പറയണേ. മദ്രസയിൽ ഗ്രന്ഥത്തിലുണ്ട്, മതത്തിൽ നിയമമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ടത് ആ മതവിഭാഗമാണ്. അവർ ചർച്ച ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിവിടെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ അവർ ചർച്ച ചെയ്യണം, അവർ തീരുമാനിക്കണം. അവിടെയാണ് തീരുമാനം നടക്കേണ്ടത്. മാറ്റാൻ പറ്റണല്ലോ. ഇപ്പൊ മത നിയമത്തിലുള്ള ഖുറാനിലുള്ള എല്ലാ സാധനവും മദ്രസ പഠിപ്പിക്കണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരമാവുന്നല്ല, ഒരു സ്റ്റെപ്പ് അതെങ്കിലും ചെയ്യാതെ ഈ ഇരവാദത്തിൽ വലിയ കാര്യമില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മുർത്തദ് എന്ന ഗണത്തിൽ പെടുന്ന ഒരാള്, മുർത്തദായി പരിഗണിക്കപ്പെടുന്ന ഒരാളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം മറ്റാർക്കെങ്കിലും ഗുണകരമാകുമെന്ന് ഒരു വിശ്വാസി പക്ഷം നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ
അത് പറയുന്നവന്റെ ആദ്യത്തെ ബാധ്യത ഇവരോട് മതത്തിന്റെ സമീപനം എന്താന്നുള്ളതാണ്. അതെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ട് വേണം ഈ മതവിമർശകരുടെ പ്രവർത്തനം, മതവിമർശനം അവർക്ക് എങ്ങനെ അല്ല ബാധിക്കും അങ്ങനെ പൊളിറ്റിക്കലായിട്ട്. ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഇതുവരെ വിശ്വസിച്ച ഐഡിയോളജി തെറ്റാണെന്ന് വരില്ലേ? ഇല്ല, എങ്ങനെ വരിക? വരത്തില്ല. എങ്ങനെ വരും? കാര്യം ഈ അങ്ങനെ ഞാൻ മുർത്തതിനെ ചോദിക്കുന്നത്, കൊല്ലണമെന്നുള്ള ഖുർആൻ വചനമല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് ഇസ്ലാം ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ അതേപോലെ ഇങ്ങനെ പിൻപറ്റി വരുന്ന ഒരു മതമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ വിചാരിക്കുന്നില്ല. ഈ പലിശ എന്ന് പറയുന്നത് മതരാജ്യത്ത് അത്രയും ഭീകരമായിട്ടുള്ള കുറ്റമായിട്ട് കാണുന്ന സാധനമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് എത്ര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഭരണസമിതിയിൽ ഉണ്ടെന്ന് അറിയും? ഉണ്ട്, അത് സമ്മതിച്ചു. അപ്പൊ അതെന്താ? അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഈ പുസ്തകത്തിൽ എഴുതിയതുപോലെ അപ്പാടെ ഒലക്ക് വിഴുങ്ങി നടക്കുന്ന ആൾക്കാരെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അല്ല അത് ഞാൻ ലിയാഖത്തോട് ചോദിക്കുന്നത്, ഇവർക്ക് ഇത് മാറ്റാനുള്ള തടസ്സം എന്താണ്? ഒരു തടസ്സവും ഇല്ല. അതിന് മത നേതൃത്വവും മത സംഘടനകളുമാണ് തീരുമാനിക്കേണ്ടത്. ഗ്രന്ഥത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും, എല്ലാ ഗ്രന്ഥത്തിലും ഉണ്ട്. ഇപ്പൊ മനുസ്മൃതിയിൽ എന്തൊക്കെ ഹലാക്കുണ്ട്? മനുസ്മൃതി ഒരു 150 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ, കേരളത്തില് രാജ്യങ്ങളിലെ നിയമമായിട്ട് നടപ്പാക്കിയില്ലേ? ആ മനുസ്മൃതി അവിടെ ഇപ്പോഴും ഇല്ലേ? മനുസ്മൃതി ഇപ്പോഴും തൃശ്ശൂർ ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും. ഗ്രന്ഥത്തിൽ അങ്ങനെ പലതും ഉണ്ടാവുന്നത്. മുമ്പിലുള്ള തടസ്സം എന്താണ് മാറ്റാൻ? ഒരു തടസ്സമല്ല, മാറ്റണം. മനുഷ്യന് ഇന്നത്തെ അതല്ലേ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ സൗദി അറേബ്യയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, തുടങ്ങിയില്ലേ? അവിടെ ഇപ്പൊ അടുത്ത കാലത്തല്ലേ മുസ്ലിം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? ലിയാഖത്തിനോട് എനിക്ക് വേറൊരു കാര്യം പങ്കുവെക്കാനുണ്ട്. അതിലും പ്രശ്നമാണ് യൂറോപ്പില്. എവിടെ? യൂറോപ്പിൽ ഇവിടെ ഈ മത സംഘടനകൾ ശരിക്കും പിടിമുറുക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ചില രാജ്യങ്ങളില് ഇതൊക്കെ ഞാൻ പറഞ്ഞു, അവിടെയും എല്ലാ മുസ്ലിങ്ങളും അല്ല, എല്ലായിടത്തും ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ചില പൊളിറ്റിക്കൽ ടീമുകളുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട്. പൊളിറ്റിക്കൽ ടീമല്ല, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഈ പൊളിറ്റിക്കൽ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾക്ക് ആളുകളെ അടയാളം പറഞ്ഞുതരാം. വഹാബിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. വഹാബിസം എന്ന് പറയുന്ന ആശയം, ഈ വഹാബി ഇസ്ലാമിക് മൂവ്മെന്റുകളാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രചാരകരായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ മൗദൂദികൾ എന്ന് പറയുന്നവരും ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ പറയും. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പറയുകയാണെങ്കിൽ സുന്നി മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരും. ഇതിന്റെ വേറെ ചില ഫ്രിക്ഷൻസും അവരുടെ കുറച്ച് എന്താ പറയാ ഫ്രിഞ്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അത് എല്ലാ പാർട്ടിയിലും. ഇപ്പൊ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ആൾക്കാർ കേരളത്തിലില്ലേ, ഇന്ത്യയിലില്ലേ? അവരെയാണല്ലോ ഈ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. അല്ലെ? ഈ എല്ലാ ഹിന്ദുക്കളും അതേപോലെ അല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന രാജ്യത്തൊരു സംഭവം ഉണ്ടായി. നോയമ്പിന്റെ സമയത്തായിരുന്നു. അവര് 2 സ്കൂൾ കുട്ടികള് മുസ്ലിങ്ങളായിരുന്നു. അവര് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഇറ്റലിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ പിന്നെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവര് ഭക്ഷണം കൊണ്ടുപോകും വീട്ടിൽ. സ്കൂളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് ചിലപ്പോൾ പോകുന്ന വഴിക്കാണ് കഴിക്കുന്നത്. അങ്ങനെ ഈ 2 മുസ്ലിം പെൺകുട്ടികൾ ഇവര് ഇവിടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ബസ് നിർത്തി അവസാനം ഇവരുമായിട്ട് വഴക്കായി. ഈ ഇറ്റാലിയൻ വിദ്യാർത്ഥികളുമായിട്ട് വഴക്കായി. ഇവര് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് ഇവിടെ ഭയങ്കര ചർച്ചയായി. അവരുടെ അവകാശത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരുടെ അവകാശത്തെ അവരുടെ നോമ്പുള്ള സമയമാണ്, അവരുടെ മുമ്പിൽ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിയമം മതത്തിൽ എന്തായാലും ഇല്ല. ഇല്ല. ഒരാള് വിശ്വാസമില്ലാത്ത ഒരാള് വിശ്വാസി കാണിക്കുക ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു മത നിയമം ഇസ്ലാമിലില്ല. എന്നിട്ട് ഇവിടെ വാർത്തയിൽ അതൊന്നീ ആ കുട്ടികളുടെ വിവരക്കേടായിരിക്കാം, അല്ലെങ്കിൽ ആ വിവരക്കേട് പറഞ്ഞു പഠിപ്പിച്ച ഏതെങ്കിലും തീവ്ര ഗ്രൂപ്പുകൾ. അതുപോലെ സ്കൂളുകളിൽ നിന്ന് ക്രിസ്മസ് ട്രീ ഒക്കെ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്ഥലത്ത്. ഇവര് ഭൂരിപക്ഷം ഉള്ളത് സ്കൂളിൽ നിന്ന്. ഇതൊന്നും ഇസ്ലാമികമല്ല, ഇതൊന്നും ഇസ്ലാമിന്റെ പ്രശ്നമല്ല. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ തീവ്ര നിലപാടുള്ള ആളുകൾ, തീവ്ര നിലപാടുള്ള സംഘടനകളുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ എന്തെങ്കിലും ശക്തികളൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. എന്തായാലും ഒരു സ്കൂളിൽ ക്രിസ്മസ് ട്രീക്ക് അല്ലെങ്കിൽ ഒരു സെക്യുലർ രാജ്യത്ത് എങ്ങനെ ആളുകൾ ജീവിക്കണം എന്ന് ആ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാവില്ലേ? ആ രാജ്യത്തിനത് കൈകാര്യം ചെയ്യാൻ അറിയില്ലേ? അല്ല, ആ രാജ്യത്തിനത് കൈകാര്യം ചെയ്യാൻ അറിയില്ലേ?
ഇല്ല, അതില് ഇവര് രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ പാർട്ടികളുണ്ട്. അവര് പറയുന്നത് ഒരാളുടെ മതാവകാശത്തെ നമ്മൾ ഹരിക്കാൻ ഇപ്പൊ പാടില്ല. ഈ രാജ്യത്തിന്റെ അവർക്ക് അസ്വസ്ഥത ഭരണഘടന, ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ ജനാധിപത്യവും ഭരണഘടനയും ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇപ്പൊ മതേതരത്വ രാജ്യം സെക്കുലർ ഭരിക്കുന്നത്. ആണ്. സെക്കുലർ ആണ്. ഇവിടെ സെക്കുലർ ആണ്. സെക്കുലറിസത്തിൽ ഈ പറഞ്ഞ ഇതൊന്നുമില്ല, ഇടപാടുകളൊന്നുമില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ ആ സെക്കുലറിസത്തില് മറ്റുള്ളവരുടെ ആരാധന, മറ്റേ ഒരാൾക്ക് നോമ്പുണ്ട് വെച്ചിട്ട് വേറെ ആൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊന്നും സെക്കുലറിസത്തിന്റെ ഭാഗമല്ല അതൊന്നും. എന്നിട്ട് ആ സ്കൂളിൽ നിന്ന് അത് നീക്കം ചെയ്തു. 1-2 സ്കൂളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അത് ഇതൊക്കെ പ്രശ്നമായില്ല. നിങ്ങൾ ഈ പറയുന്ന ഇൻസിഡൻസിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അതിവിടെ ഉണ്ടായി. എന്നിട്ട് അത് ഇവിടുത്തെ പിന്നെ അത് രാഷ്ട്രീയ അവിടുത്തെ പാർട്ടികൾ രാഷ്ട്രീയ ഏറ്റെടുത്തു. പാർട്ടികളുടെ അത് വലിയ പിടിപ്പുകേടോ ചർച്ച വിഷയമായി. കഴിവുകേടോ ഭരണഘടന പിന്നെ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള അല്ല, നിർവഹണത്തിലുള്ള അവരുടെ ഇവിടെ കഴിവില്ലായ്മയോ ഒക്കെ ഇവിടുത്തെ ആയിരിക്കാം. അങ്ങനെയുള്ള ഇവിടുത്തെ ചോദ്യം ഉയർന്നത് ഒരാൾക്ക് മതപരമായിട്ട് പിന്നെ മതവിശ്വാസത്തെ ഹനിക്കുന്ന ഒരു ഒരു മിനിറ്റ്, കാര്യം ഇവനെ കൊണ്ടുപോകണോ? സ്കൂളിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണോ വേണ്ടത്? എങ്ങനെ? അതായത് ഒരാളുടെ മതവിശ്വാസത്തെ ഇവിടെ എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളിലും യേശു ക്രിസ്തുവിന്റെ രൂപം വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. അതുപോലെ പിക്ചറും ഉണ്ടാവും. എല്ലാ സ്കൂളുകളിലോട്ട് എല്ലാ ഓഫീസുകളിലും ഇതുണ്ടാവും. സ്കൂളുകളിൽ മിക്ക സ്ഥലത്തും അത് കാണുന്നതാണ്. അപ്പോൾ ഈ ഇസ്ലാം വിശ്വാസികളായ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറഞ്ഞ് സ്കൂളുകളിൽ നീക്കം ചെയ്യണമെന്നും പറഞ്ഞൊരു പ്രശ്നം ഇവിടെ ഉയർന്നായിരുന്നു. അത് ആ ഭരണഘടനയുടെ എന്നിട്ട് രാഷ്ട്രീയ സെക്യുലറിസത്തിന്റെ പാർട്ടികൾ ഭാഗം. അത് പ്രശ്നമാണെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികളും രാവിലെ ഒരു ഖുറാനും കൊണ്ട് സ്കൂളിൽ വന്ന എങ്ങനെ ഉണ്ടാവും? അത് സമ്മതിക്കുമോ? അതെ, ഇപ്പൊ സെക്യുലറിസത്തെ ഡിഫൈൻ പ്രശ്നമാവും. ചെയ്യേണ്ടതും ആ രാജ്യത്തെ നിയമങ്ങള് ഡിഫൈൻ ചെയ്യേണ്ടതും ആ രാജ്യത്തെ ഭരണാധികാരികളാണ്. ആ രാജ്യത്തിന്റെ ഭരണാധികാരികള് ആ രാജ്യത്തിന്റെ ഭരണം കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഏതെങ്കിലും പ്രീണനം നടത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപെടൽ നടത്തുകയൊന്നും അല്ല, ചെയ്യുന്നത്. അതുകൊണ്ടല്ല അങ്ങനെ രാഷ്ട്രീയ പ്രീണനമല്ല. അതായത് ഒരാളുടെ മതാവകാശം, അതായത് ഒരു പെർട്ടിക്കുലർ മതത്തിന് സെക്കുലർ ആയിട്ടുള്ള ഒരിടത്ത് ചെല്ലുമ്പോൾ വേറൊരു മതത്തിന്റെ ഒരു ദൈവത്തെ അവിടെ വെക്കുന്നത് ശരിയാണോ ഇല്ലെന്നാണ് ചർച്ച വന്നത്. അങ്ങനെയല്ല അത് പരിഗണിക്കേണ്ടത്. ഇപ്പൊ ആ ഒരു സെക്കുലർ രാജ്യത്ത് ഒരു സെക്കുലർ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥാപനത്തിൽ ഒരു സെക്കുലർ രാജ്യത്ത് മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ അനുവദിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച വരുമ്പോ അവിടെ ഒരു പർട്ടിക്കുലർ മതം എന്ന രീതിയിൽ പരിഗണിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മള് സ്കൂളുകളിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വിഷയം, റീസെന്റ് ആയിട്ട് നടന്ന ഒരു വിഷയം, ഹിജാബ് ധരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച. ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ തീരുമാനം എടുക്കാം മുൻകൂട്ടിയിട്ട്. ഒരു പൊതുസ്ഥാപനം, ഒരു ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ്, ഈ ഗവൺമെന്റ് കോളേജുകളിൽ പിന്നെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കാൻ ഒരു സെക്കുലർ സ്റ്റേറ്റിന് കഴിയുമോ ഇല്ലേ? ഇതൊരു പൊളിറ്റിക്കൽ ചർച്ചയാണ്. അവിടെ മുസ്ലിം ഹിജാബ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് പർട്ടിക്കുലർ മതത്തെ ഉദ്ദേശിച്ചുള്ളതാവും. അതേ സമയത്ത് മതപരമായ വസ്ത്രധാരണം, മതപരമായിട്ടുള്ള പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിക്കണോ വേണ്ടേ എന്ന ചർച്ച വേറെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എല്ലായിടത്തും എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതാണ് ആ കാര്യത്തിലുള്ള എന്റെ അഭിപ്രായം. ഇപ്പൊ അടുത്ത് പറയൂ. അല്ല, അതിന്റെ ആ ചർച്ചയിൽ ഉയർന്നു വന്നത് പിന്നെ കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള മത സ്വാതന്ത്ര്യത്തെ പൊതുയിടത്തിൽ പ്രദർശിപ്പിക്കേണ്ട എന്നാണ് ഇവിടെ തീരുമാനമായത്. എവിടെ? അവിടെ തീരുമാനമാകുമ്പോ ചിലപ്പം ഖുർആനും ബൈബിളൊക്കെ മാറ്റി വെക്കും, തീരുമാനം എടുക്കും. സിമ്പിളാണ്, അത് നല്ല കാര്യമാണ്. തീരുമാനം അവരുയർത്തുന്ന ഒരു പ്രധാന പ്രശ്നം, കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ മതത്തിന്റെ ഒരു ദൈവത്തിന്റെ ചിത്രമോ രൂപമോ അവിടെ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് അവരുടെ ചോദ്യം. അല്ല, അതൊരു ജനാധിപത്യ രാജ്യത്ത് ചർച്ചയാവുന്ന ചർച്ചയാണ്. അതിൽ കുഴപ്പമില്ല. ആ ചോദ്യം ചോദിക്കുന്നതിലോ ചർച്ച നടത്തുന്നതിലോ കുഴപ്പമില്ല. അതൊരു പർട്ടിക്കുലർ മതത്തിന് വേണ്ടി മാത്രം ചർച്ചയാവുമ്പോഴോ ഒരു പർട്ടിക്കുലർ മതത്തിനെതിരെ മാത്രം ചർച്ച ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. ഒരു ജനാധിപത്യ രാജ്യത്ത്, സെക്കുലർ സ്റ്റേറ്റില് ഇവിടെ അതാണ് പ്രശ്നം. മെയിൻ പ്രശ്നം അതാണ്. ഏത് പ്രശ്നം? അതായത് ഇതൊരു കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണല്ലോ. ആ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാവുമല്ലോ. ഭരണഘടനയിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അനുസരിച്ചല്ലേ ഉണ്ടാവുക. അത് ഭരണഘടന സെക്കുലർ ആണ്. പക്ഷെ പ്രശ്നം വരുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ് അഭയാർത്ഥികൾ ഇവിടെ കൂടാൻ തുടങ്ങിയത്. അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി ചർച്ച നടന്നത് എന്നതിലും ഈ പ്രശ്നം ഉയർന്നു വന്നത് അതുവരെ പ്രശ്നമില്ലായിരുന്നു. അല്ല, അത് ശരിയാണ്. അത് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ
ആ ചർച്ചയിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പോ മതപരമായ ചിഹ്നങ്ങൾ അല്ല സ്കൂളുകളിൽ ആ അനുവദിക്കണോ വേണ്ടേ? അത് ആ ചർച്ച നടക്കുന്നതിനും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സെക്കുലർ രാജ്യമായിരുന്നെങ്കിൽ ആ രാജ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതും അതിലൊരു ഗവൺമെന്റിന്റെ പോളിസി നിയമം ഉണ്ടാവുന്നതും അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ആരും മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണ ഉണ്ടാവുന്നതൊക്കെ നല്ലതല്ലേ അല്ല സമൂഹത്തിന്? അല്ല ലേഖത്തെ മതപരമായ ചിഹ്നങ്ങൾ കുട്ടികളുടെ ഉപയോഗമല്ല ഇവിടെ ആ ഇവിടെ വരുന്നത്. അതായത് സ്കൂളുകളിലാണെങ്കിലും ഭൂരിപക്ഷമായ സ്കൂളുകളിലും ക്ലാസ് റൂമുകളിലാണെങ്കിലും ഒക്കെ. സ്കൂളുകളിലാണെങ്കിലും ഒരു 80-90% വരുന്ന ക്രിസ്ത്യൻസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ കയറ്റി വെക്കണമെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇല്ല, ഇവിടെ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ഭൂ- തോന്നിയില്ല ഇതിനകത്ത്. അതായത് ഒരു ആ, സെക്കുലർ അല്ല രാജ്യത്ത് അതാ സെക്കുലർ ഇവിടെ ഭരണഘടനയിൽ നോക്കൂ, സെക്കുലർ രാജ്യത്ത് സെക്കുലർ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച, ആ ചർച്ച സ്വാഭാവികമായിട്ട് ചർച്ച നടക്കുന്നതിലോ അതിൽ ഒരു ഒരു പിന്നെ രാജ്യത്തെ ഭരണാധികാരികൾ ഭരണഘടനാനുസൃതമായിട്ട് ഒരു പോളിസി ഉണ്ടാക്കുന്നതിലോ എന്ത് അപാകതയാണുള്ളത്? എനിക്ക് മനസ്സിലായില്ല. അല്ല അത് അപകടം വരുന്നത് ആ. ഏഹ്, അവിടെ ഈ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻ അത് ഉപയോഗിക്കാൻ ക്രിസ്തുവിന്റെ അവകാശം രൂപം ഉണ്ടാവുകയും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്താൽ അത് വിവേചനമാണ്, തെറ്റാണ്. അതേ അത് സമയത്ത് ആ വിവേചനമാണ് ക്രിസ്ത്യാനികളുടെ ഇവിടെ ഏറ്റവും അവകാശങ്ങൾ, ക്രിസ്ത്യൻ വേഷം അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള ആരാധനകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ഇസ്ലാമിക് ആരാധനകൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും തെറ്റാണ്. സെക്കുലർ സ്റ്റേറ്റ് ആണെങ്കിൽ കേട്ടോ, സെക്കുലർ സ്റ്റേറ്റ് ആണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല ഇവിടുത്തെ പ്രശ്നം പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് തീരുമാനമായിട്ടില്ല അതിന്. അതായത് ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ രൂപം അവിടുന്ന് നീക്കം ചെയ്യണ്ട പൊതുവിദ്യാലയത്തിൽ നിന്ന്. പക്ഷേ മുസ്ലിം വിഭാഗത്തിന് അത് അവിടെ വേണ്ട. അത് ഭരണഘടനാപരമായിട്ടല്ലേ തീരുമാനിക്കേണ്ടത്? അതാണ് ചോദിക്കണതേ. ഭരണഘടന ഒരു രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാവുമല്ലോ. ആ ഭരണഘടനാപരമായിട്ട് അവിടെ ഭരിക്കുന്ന പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഭരിക്കുന്ന ഭരണകൂടവും നിയമവും സംവിധാനവും കോടതിയൊക്കെ ഇല്ലേ? അതിലെന്താണ് അപാകത? എനിക്ക് മനസ്സിലായില്ല. അതിലെന്താ പ്രശ്നം? എനിക്ക് ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ, ഇതിനെയൊന്നും അല്ല ഞാൻ പ്രശ്നവൽക്കരിക്കുന്നത്. ഇതൊന്നും ഞാൻ വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. അത്ര ഒരു ചർച്ച കൊണ്ടുവരുന്നത് ഇവിടെ മുസ്ലിങ്ങൾ വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ വലിയ ലോജിക്കാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു. അല്ല ആ ചർച്ച കൊണ്ടുവന്നത് ഇവിടുത്തെ തീവ്ര വലതുപക്ഷക്കാരാണ് ഇങ്ങനൊരു പ്രശ്നം എടുത്തിട്ടത് ആണ്. പക്ഷെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ടികൾ അതിനെ അനുകൂലിച്ചു. അതായത് മുസ്ലിം വിഭാഗങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ നിന്നും അത് നീക്കം ചെയ്യണം. തീവ്ര വലതുപക്ഷം കോൺഫ്ലിക്റ്റ് അതായത് ഇവിടുത്തെ യാഥാസ്ഥിക പാർട്ടികൾ അതായത് ഈ മതവിശ്വാസത്തെ അനുകൂലിക്കുന്ന, അതായത് സ്വന്തം ഇവിടുത്തെ രാജ്യത്തിന്റെ പൈതൃകത്തെയും അവരുടെ വിശ്വാസത്തെയും മുറുകെ പിടിക്കുന്ന പാർട്ടികളുണ്ടല്ലോ, അവര് എല്ലായിടത്തുള്ള പ്രശ്നങ്ങൾ ഈ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തില് രണ്ട് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ഒന്ന് ഈ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഗ്രൂപ്പുകളാണ്. മറുഭാഗത്ത് അതത് രാജ്യത്ത് നിലനിൽക്കുന്ന റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ. അത് വൈറ്റ് സുപ്രീമിസ്റ്റുകൾ ഉണ്ടാവാം, പിന്നെ ഈ ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ജൂത എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടാവാം. അവിടെയൊക്കെ എല്ലായിടത്തും ഒരു എക്സ്ട്രീം ഇസ്ലാമിക് വിങ്ങും ഉണ്ടാവാം. അത് ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവാം. ഇവര് തമ്മിലുള്ള സംഘർഷമാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സംഘർഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള യുദ്ധങ്ങളും അത് വേറെ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യർക്കിടയിലുള്ള ഈ സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് എക്സ്ട്രീം വിഭാഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആണ്. അത് അതത് മേഖലകളിൽ ഇപ്പൊ ബംഗ്ലാദേശില് അവിടെ ഈ മുസ്ലിം പിന്നെ ഭൂരിപക്ഷ രാജ്യത്ത് അല്ലെങ്കിൽ എക്സ്ട്രീം പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടും, അവർക്കെതിരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള പരിഹാരം എല്ലാ മതങ്ങളെ കുറിച്ചും നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ഈ മതം എന്ന് പറയുന്നത് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും മതം വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് മാറ്റിവെച്ച് പൊതുസമൂഹത്തില് പൊതുജീവിതത്തില് മനുഷ്യന് മതങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യലും മാത്രമാണ് പരിഹാരം. അതല്ലാത്ത കാലത്തോളം അവനവന്റെ ചക്കര മതങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ രാഷ്ട്രീയ പാർട്ടികളാണ് വിചാരിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്
അവർക്ക് വോട്ടുകൾ എണ്ണിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ആളുകളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. അവിടെ എളുപ്പപ്പണി. ഇഷ്ടം. അതെ, ഇപ്പൊ correct. ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിലെ ബീഹാർ ഇലക്ഷന്റെ പിന്നെ നമ്മളെ ചാനൽ അവതാരകരുടെ വിശകലനങ്ങൾ നോക്കിയാൽ മതി. ജാതി തിരിച്ചുള്ള വിശകലനങ്ങളാണ്. ഇന്ന ജാതിക്കാർ ഇന്ന പാർട്ടിക്കൊപ്പമായിരിക്കോ, ഇന്ന ജാതിയിലെ ഇത്ര ആൾക്കാർ ഇന്നയിൽ പോവോ. കേവലമായ മതവും ജാതിയും മാത്രമായിട്ട് ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത് എളുപ്പമുള്ള പരിപാടിയാണ്. അവിടെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിന് സ്ഥാനമില്ല, അവരുടെ പ്രവർത്തനം കുഴപ്പമില്ല, ഭരണകൂടത്തിന്റെ പിന്നെ എന്താ പറയാ അവരുടെ പെർഫോമൻസിനെയും ബാധിക്കില്ല. കാരണം ജാതിയും മതവും വൈകാരികമായിട്ട് ഇളക്കി വിടാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യത ഉള്ളിടത്തോളം കാലം അവരത് ഉപയോഗിക്കും. അത് BJP ഉപയോഗിക്കും, ശരിയാണ്. കോൺഗ്രസ് ഉപയോഗിക്കും, ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികൾ ഉപയോഗിക്കും, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ ഉപയോഗിക്കും. അപ്പൊ ഇതെന്താ സംഭവിക്കുന്ന വെച്ചാല് ഇതിന് പരിഹാരം നമ്മളെപ്പോലുള്ള ആൾക്കാര്, സാധാരണ മനുഷ്യന്മാർക്കിടയിൽ ഇതിന്റെ അർത്ഥശൂന്യത മനസ്സിലാവുന്ന തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും മതവും ജാതിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ എടുക്കണം എന്ന് രാഷ്ട്രീയക്കാരോട് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും വേണം. അതിന് മതബോധത്തിന് അതീതമായിട്ട് മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാലം വരണം. അതിന് തടസ്സം മതവിശ്വാസങ്ങളും മതത്തിന്റെ പേരിലുള്ള ഈ തമ്മിത്തല്ലുമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ പറ്റുന്നത്ര ആളുകൾ പറ്റുന്ന സ്ഥലങ്ങളിൽ മതവിമർശനം. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതിലൊരു മാറ്റം നടക്കൂലെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറഞ്ഞ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത വോട്ട് ബാങ്ക് വെച്ചിട്ട് ഭരണം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഇവരെ ജയിപ്പിച്ച വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കലല്ലേ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാ. അത് നമ്മൾ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും പാർട്ടിയുടെ കുറ്റമല്ല, അത് അങ്ങനെയാണ്. അപ്പം മാറ്റം ഉണ്ടാവേണ്ടത് വോട്ട് ചെയ്യുന്ന ജനങ്ങളിലാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വോട്ടിനാണ്. അപ്പൊ ആ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ വിവേകമാണ് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ പണിയെടുക്കൂല. ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലവിൽ ഇല്ല ലോകത്തെവിടെയും. ലോകത്തെവിടെ ഇല്ലാന്ന് എന്റെ അഭിപ്രായട്ടോ. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന പാർട്ടികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നമ്പർ ഗെയിമാണിത്. അതിനവര് എന്ത് കളിയും രാഷ്ട്രീയ പാർട്ടികളും എല്ലായിടത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും അവകാശങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഒന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ലോകത്തെവിടെയും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് അവരവരുടെ പാർട്ടിക്ക് ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അതിലെല്ലാം ഉണ്ടാവും അധികാരവും സാമ്പത്തികവും. അപ്പൊ അവിടെ ഈ പറഞ്ഞ അവിടെ ആരാണ് വിവേകത്തോടെ പെരുമാറുന്നത്? ജനങ്ങളാണ്, വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. ജനങ്ങളിൽ മാറ്റം ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം ജനങ്ങളുടെ വോട്ടാണ് രാഷ്ട്രീയ പാർട്ടി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ലിയാഖത്ത് ഉൾപ്പെടെയുള്ള ഈ യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങള് ശരിക്കും ഈ നമ്മുടെ ഒരു മധ്യവർഗത്തിലെ ടെസ്റ്റോ, അതായത് ഒരു 60-75 വയസ്സ് പ്രായമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള, അതായത് ഒരു 18 മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകളുടെ വ്യൂവർഷിപ്പ് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ഡെമോഗ്രാഫി എടുക്കാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ച് കുറച്ച് കുറവാണ്. ഒരു 12% ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്റെ വ്യൂവേഴ്സ്. ബാക്കിയുള്ളത് ഇപ്പൊ അതേപോലെ ഒരു 65 എബോ ഉള്ള ആളുകൾ ഒരു 6%, 5% ആണ്. ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളത് ഏകദേശം ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എന്റെ ചാനലിന്റെ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മതവിമർശനത്തിനപ്പുറത്തേക്ക് സാമൂഹികമായിട്ട് ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെയുള്ള കുറെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. അത് ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് സ്കൂളുകളിൽ ഇതിനോടുള്ള ഒരു പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങി. അതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അതായത് കുട്ടികളെ ഇപ്പൊ നമ്മൾ ഈ സെക്കുലർ ഭരണഘടന വെറുതെ അട്ടത്ത് വെച്ചിരിക്കണേ. ഇതിന്റെ മൂല്യം എന്താണെന്നും ഒരു സെക്കുലർ സൊസൈറ്റിയുടെ ഇത് സെക്കുലർ അല്ല, ശരിക്കും നമ്മുടെ നാട് സെക്കുലർ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞത് പുസ്തകത്തിലുണ്ട്, ക്ലിയർ ആണ്, പുസ്തകത്തിലുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം സെക്കുലറിസം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞത് മനുഷ്യരുണ്ടായിരിക്കേണ്ട ഒരു കൾച്ചറാണ്. ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. സിവിക് സെൻസും ഈ ജനാധിപത്യ സംസ്കാരവും ഒക്കെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതുള്ള
രാജ്യത്ത് അതുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സ്ഥിരം ഈ മതപ്രീണന രാഷ്ട്രീയമൊന്നും വിലപ്പോകാതെ ഒരു അവസ്ഥ വരും. അപ്പോ ആ കുട്ടികൾ ചോദിക്കും, വോട്ട് ചെയ്യുന്നമാര് ചോദിക്കും, നിങ്ങൾ 5 കൊല്ലം ഭരിക്കാൻ ഏൽപ്പിച്ചു, നിങ്ങൾ എന്തൊക്കെ ചെയ്തു? പള്ളിന്റെ അമ്പലത്തിന്റെയും കണക്ക് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഏൽപ്പിച്ച പണിയുടെ റിസൾട്ട് പറ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം. ആ സൊസൈറ്റി ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾ മാറും എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സൊസൈറ്റി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചെയ്യും. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മുടെയൊക്കെ ദൗത്യം. അത് വളരെ കറക്റ്റ് ആണ്. ഇതില് മതവിമർശനം എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അതെ, പക്ഷെ അത് പാർട്ടും കൂടെയാണ്. പക്ഷെ കുറച്ച് ആൾക്കാരിൽ അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്നുണ്ട്. വേദന ഇല്ലാണ്ട് ഒരു മാറ്റവും ലോകത്ത് നടന്നിട്ടില്ല. ചെറിയ വേദനകൾ നല്ലതാണ്. കാര്യം അവർ ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ തന്നെ ചോദ്യങ്ങൾ വരുമ്പോ തന്നെ അവരുടെ ഫേസ് മാറുമ്പോ ഞാൻ പിന്നെ ചോദ്യം ചോദിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാവുകയും അത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. അങ്ങനെ ചർച്ച ചെയ്ത് ഇതൊരു ചർച്ചയല്ലാതാവുന്ന ഒരു ഘട്ടം വരും. മനസ്സിലായോ? എന്തും ചോദിക്കാം, എന്തും പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അതിലേക്ക് വരും. അത് നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരുപാട് കാലമായിട്ട് അധികം വിമർശനങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് വിമർശനങ്ങളൊന്നും ഏൽക്കാതെ ഇങ്ങനെ പോയൊരു മതമാണ്. മാത്രമല്ല അതൊരു യങ് റിലീജിയൻ ആണ്. അപ്പൊ അതിന്റെ ആ ഒരു യൗവനത്തിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു കാലഘട്ടം പിന്നീടാണ്. ഇനി എന്താ പറയാ, നമ്മൾ പറയില്ലേ, നമ്മൾ ഈ 40 കഴിയുമ്പോഴുള്ള ഒരു ചിന്തയൊക്കെ വരേണ്ട കാലാണ്. അപ്പൊ ചർച്ചയും ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. ആ മതത്തിനും ഉണ്ട് ഈ പ്രായപരിധി. അപ്പൊ ഈ മതവും അതിന്റെ മധ്യവയസ്കര് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മാറ്റം ശരിക്കും ഇപ്പൊ ഈ ഞാൻ സംസാരിക്കുന്ന കൂട്ടുകാരിലും വളരെയേറെ കാണാറുണ്ട്. ഉണ്ട്. പുതിയ തലമുറയിൽ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ ഞാൻ മുസ്ലിം കുട്ടികള് ഇപ്പൊ വന്ന് നിന്നിട്ട് അവര് പറയുന്ന കാഴ്ചപ്പാടുകള്, മുസ്ലിം പെൺകുട്ടികൾ പോലും പറയുന്ന കാഴ്ചപ്പാടുകൾ, ഈ പെൺകുട്ടികൾ പോലും പറയുന്നത് പോലും ശരിക്കും തെറ്റാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ മുസ്ലിം യുവത്വം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനകത്ത് കുട്ടികൾ ജീവിച്ചത്. ആ മാറ്റം വളരെ പ്രകടമാണ്, അത് വളരെ ശക്തമാണ്, അത് ഭയങ്കര ഇന്റൻസീവ് ആണ്. അപ്പോ നമ്മള് കാത്തിരിക്കുക, പ്രവർത്തിക്കുക, റിസൾട്ട് ഉണ്ടാവും, സമൂഹം മാറുക തന്നെ ചെയ്യും. എന്റെ ഒരു സജഷൻ ആണ്, നിങ്ങൾ ശരിക്കും സ്കൂളുകളിൽ കൂടി ഇതിന്റെ ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും അങ്ങനെ പല പദ്ധതികളൊക്കെ ആലോചനയിലുണ്ട്. നമ്മൾ അതിന്റെ ഇടയിൽ ജീവിതം കൂടി കരുപ്പിടിപ്പിക്കണമല്ലോ, അതിന്റെ ഓട്ടം കൂടി നടക്കുന്നുണ്ട്. ജീവിതം കരുപ്പിടിപ്പിക്കണം, ശരിക്കും സൂക്ഷിക്കുകയും ചെയ്യണം. അതെ, ഒക്കെ ഉണ്ട്, അങ്ങനെ ശ്രദ്ധിക്കണൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷം.